കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ട് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു യോക്ക് ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന യോക്കിൻ്റെ പാറ്റേൺ. ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന് താഴേക്ക് ഒരു യു ഷേപ്പിൽ ലീഫിൻ്റെ ഒരു വർക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ്. അത് നമ്മൾ ട്രേസ് ചെയ്ത് ക്ലോത്തിലേക്കും കൂടെ മാറ്റിയിട്ടുണ്ട്. ആദ്യം ഈ നടുക്കൂടെയുള്ള ലൈനിലൂടെയാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് കട്ട് ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ഓരോരോ കട്ട് ബീഡായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ നമുക്ക് ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ലീഫ് വർക്കാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ബോർഡറിലൂടെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് അതേ രീതി തന്നെയാണ് ലീഫിൻ്റെ ബോർഡറിലൂടെയും സ്റ്റിച്ച് ചെയ്യേണ്ടത്. ലീഫിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ലീഫ് ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നീഡിൽ ഇതുപോലെ എടുത്തിട്ട് നീഡിലേക്ക് ഒരു 3 ഷുഗർ ബീഡ്സ് ഒന്നിച്ചെടുക്കുവാണ്. എന്നിട്ട് ഇതേപോലെ പിടിച്ചിട്ട് നീഡിലൊന്ന് താഴ്ത്തി കൊടുക്കണം. വീണ്ടും നമ്മൾ നീഡിൽ പൊക്കി എടുക്കേണ്ടത് ഇവിടെ നിന്നാണെന്ന് വെച്ചാൽ ഒരു ബീഡ് ബാക്കിൽ നിന്ന് വേണം നീഡിൽ എടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരു ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തിയെടുത്തിട്ട് ഒരു 2 ഷുഗർ ബീഡ്സ് നമുക്ക് വീണ്ടും എടുക്കുവാണ്. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇവിടെ ലീഫ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പം ബീഡ്സ് അടുപ്പിച്ചടുപ്പിച്ചാണ് വരുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതുപോലെ ഒട്ടും തന്നെ വരില്ല കേട്ടോ ഇങ്ങനെ ചെയ്താൽ. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ലീഫിൻ്റെ ഷേപ്പ് പല ഷേപ്പ് പോലെ നമുക്ക് തോന്നും. അത് കുഴപ്പമില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യുമ്പോൾ തുണി വലിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഷേപ്പ് ഒരുമാതിരിയൊക്കെ തോന്നുന്നത്. പക്ഷെ നമ്മൾ ഫ്രെയിമിൽ നിന്ന് എടുത്തു കഴിയുമ്പം അങ്ങനെയൊന്നും വരില്ല. കറക്റ്റായിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ നടുക്കൊക്കെ സ്പേസ് വന്നിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് സ്കാറ്റർ ചെയ്ത് ഷുഗർ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് വീണ്ടും നീഡിലെടുത്തിട്ട് അതിലേക്ക് ഒരു 8 ഷുഗർ ബീഡ് എടുത്തിട്ട് അതിന് ചുറ്റുമായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. അത് സ്കാറ്റർ ചെയ്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി.